ഇസ്ലാമിക രാജ്യങ്ങളെ കൈവിട്ടിരിക്കുകയാണ് തുർക്കി ഇപ്പോൾ. ഇതിന്റെ ഭാഗമായി സിറിയയിലേക്ക് കൂടുതൽ സഹായങ്ങൾ എത്തിക്കാൻ ഇറാന് കഴിയുന്നില്ല എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ സിറിയയിലെ വിമതർ ആക്രമണം നടത്തുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഈ തുർക്കി കൈവിട്ടു എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇറാനും സിറിയയ്ക്കും ഒക്കെ സമ്മാനിക്കുന്നത്. അല്ല, ഈ കൈവിട്ടതല്ല, ശരിക്കും തുർക്കി പണി കൊടുത്തു. കാരണം എന്താ വെച്ചാൽ ഈ സിറിയയിലെ വിമതന്മാർക്ക് മുഴുവൻ സഹായം ചെയ്തു കൊടുക്കുന്നത് തുർക്കിയാണ്. ഇതിപ്പോഴാണ് പുറത്തു വരുന്നത്. നേരത്തെ തുർക്കി പറഞ്ഞത് ഇസ്ലാമിക രാജ്യങ്ങളുടെ എല്ലാം ഗോഡ് ഫാദർ ഞങ്ങളാണ്, ഗാസയിലങ്ങനെ ഇസ്രായേൽ കയറി അടിച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ കാലെ പിടിച്ച് കുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് നിന്ന ആൾ. അപ്പം തയ്യിബ് എർദോഗൻ എന്ന് പറയുന്ന അവിടുത്തെ പ്രസിഡന്റ് വളരെ തന്ത്രപരമായ നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ എന്ത് ചെയ്തു, വിമത സേന, അതായത് HTS എന്ന് പറയുന്നത് ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന സംഘടന, ഈ സംഘടനയ്ക്ക് ആയുധം നൽകുന്നു, പണം നൽകുന്നു, ഒപ്പം ഇവർക്ക് പരിശീലനം നൽകണമല്ലോ. ഈ പരിശീലനം നൽകിയത് മുഴുവൻ തുർക്കിയിലെ ആർമിയാണ്. അപ്പോൾ തുർക്കിയാണ് ഇതിനകത്ത് നിന്ന് കളിക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ സിറിയ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കണം, അവരെ നശിപ്പിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ സിറിയയുടെ ഭരണാധികാരിയുണ്ട്. സിറിയയുടെ ഭരണാധികാരി ബാഷർ അൽ അസദ്, ഇയാളൊരു ഏകാധിപതിയാണ്, ഭയങ്കര ക്രൂരനാണ്. ശരിക്കും സിറിയയിൽ എന്ന് പറഞ്ഞാൽ സുന്നി ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണ്, പക്ഷേ ഭരിക്കുന്നത് ഷിയ വംശത്തിൽപ്പെട്ട ഈ ബാഷർ അൽ ആസാദാണ്. അപ്പോൾ ഇയാൾ ഭയങ്കരമായ അതിക്രമങ്ങളൊക്കെ സിറിയയിൽ നടത്തും. എങ്ങനെ നടത്തുന്നത് അറിയോ? ഹിസ്ബുള്ളയെ കൂട്ടുപിടിച്ച്. ഈ ഹിസ്ബുള്ളയ്ക്ക് സഹായം കൊടുക്കുന്ന ആരാ? ഇറാൻ. അപ്പോൾ ഇറാന്റെ സഹായത്തോടെ ഹിസ്ബുള്ളയെ വെച്ച് ആക്രമണം നടത്തും. കൂടാതെ റഷ്യയുടെ സഹായം കിട്ടും. ഇവരെ വെച്ചിട്ടാണ് സിറിയ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം റഷ്യ എന്ത് പറ്റി? ഉക്രൈനുമായിട്ട് യുദ്ധം നടക്കുകയാണ്. റഷ്യയുടെ കരസേന എല്ലാം ഉക്രൈനിലേക്ക് നീങ്ങി. അപ്പോൾ ഈ സിറിയയിൽ റഷ്യൻ സേന ഇല്ല. നേരത്തെ റഷ്യക്ക് അവിടെ 4 ബേസ് ക്യാമ്പുകളുണ്ടായിരുന്നു പട്ടാളത്തിൻ്റെ. ഈ പട്ടാളത്തെ മുഴുവൻ റഷ്യ ഉക്രൈനെ യുദ്ധം ചെയ്യാനായിട്ട് വിളിച്ചുകൊണ്ടുപോയി. ഇസ്രായേൽ എന്ത് ചെയ്തു? ലെബനനിലേക്ക് ആക്രമണം നടത്തുകയും ലെബനീസ് ഗവൺമെൻറ്റുമായി ഒരു വെടിനിർത്തൽ കരാർ ഏർപ്പെടുകയും ചെയ്തു. എന്നിട്ട് ലെബനോട് പറഞ്ഞു ഇനി ഹിസ്ബുള്ള ഇവിടെ നിർത്തരുത്. അവർ സമ്മതിച്ചു. എവിടെയൊക്കെ ഹിസ്ബുള്ള തീവ്രവാദികളുണ്ടോ അതിൻ്റെ ലിസ്റ്റ് മുഴുവൻ ഞങ്ങൾ ഇനി ഇസ്രായേലിന് തരാം, ഞങ്ങൾ ഇവരെ നിർത്തില്ല, കുറച്ച് നാളത്തേക്ക് വെടിനിർത്തണം. അങ്ങനെ 60 ദിവസത്തേക്ക് ഒരു വെടിനിർത്തൽ കരാർ ഏർപ്പെട്ടു. അതോടുകൂടി ഹിസ്ബുള്ളയെ മാറി. അപ്പോൾ സിറിയയെ സഹായിക്കാൻ ഹിസ്ബുള്ളയില്ല, റഷ്യയില്ല. ഈ സമയത്ത് ഈ തയ്യിബ് എർദോഗൻ എന്ന് പറയുന്ന തുർക്കിയുടെ പ്രസിഡന്റ് മറ്റേ തീവ്രവാദ സംഘടന എടുത്ത് പറഞ്ഞു നിങ്ങൾ പോയി ആക്രമിച്ചോ. ഈ സിറിയയുടെ തലസ്ഥാനം എന്നത് ഡമാസ്കസാണ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പട്ടണം. ഡമാസ്കസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ പട്ടണം എന്ന് പറയുന്നത് അലപ്പോ എന്ന് പറയുന്ന നഗരമാണ്. ഈ അലപ്പോ നഗരത്തിൽ ചെന്ന് ഇവർ വലിയ പ്രശ്നം ഉണ്ടാക്കുകയും ഇവർ ഈ സ്ഥലം പിടിച്ചെടുക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ഹമ എന്ന് പറയുന്ന തൊട്ടടുത്ത സ്ഥലത്തേക്ക് ഈ വിമത സൈന്യം നീങ്ങി. അപ്പോൾ HTS അത്തരത്തിലൊരു നിലപാട് ചെയ്യുന്നു. HTSും ശരിക്കും ഒരു തീവ്രവാദ സംഘടന തന്നെയാണ്, പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നത് ഈ തുർക്കിയാണെന്നേ ഉള്ളൂ. മറ്റേവരെ സപ്പോർട്ട് ചെയ്തത് ഇറാനായിരുന്നു. അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്ത് ഇവിടെ പിടിച്ചെടുക്കാൻ പോയപ്പോൾ ഈ പറയുന്ന ബാഷർ അൽ അസദ് എന്ന് വെച്ച് റഷ്യയുടെ കാല് പിടിച്ചു, ഞങ്ങളെ സഹായിക്കണമെന്ന്. അപ്പോൾ റഷ്യ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഒരു യുദ്ധത്തിൽ നിൽക്കുകയാണ്. പകരം പുട്ടിൻ എന്ത് കൊടുത്തു? അവരുടെ വ്യോമസേന അയച്ചു കൊടുത്തു. അതുകൊണ്ട് വ്യോമസേന ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ബോംബൊക്കെ ഇടും. ബോംബൊക്കെ ഇട്ട് ഇവരെ ഓടിക്കാൻ ശ്രമിക്കും. പക്ഷേ ആ ബോംബാക്രമണത്തിലൂടെ HTSനെ തുരത്താൻ പറ്റില്ല. കാരണം അവർ കരസേന നല്ല ശക്തരാണല്ലോ, ആ ശക്തിയൊക്കെ അവർക്കുണ്ട്. മാത്രമല്ല ഇവർക്ക് ചില സഹായങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം സിറിയ HTSന് കാരണം സിറിയയിലുള്ള പ്രശ്നം എന്നറിയാം, ഈ ഇറാൻ ഫണ്ട് ചെയ്തിട്ടാണ് ഹമാസ് ആദ്യം വരുന്നത്. അപ്പോൾ ഒക്ടോബർ 7 ഹമാസ് ഈ പറയുന്ന ഇസ്രായേലിൽ ആക്രമണം നടത്തുകയും 1500ഓളം പേരെ കൊന്നു, 250 വരെ ബന്ദികളാക്കി. ഇതാണല്ലോ പ്രശ്നങ്ങളുടെ തുടക്കം. അപ്പോൾ പ്രശ്നം തുടങ്ങി വെച്ചത് ആരാ? ഇറാനാണ്. അടുത്ത സ്ഥലമായി ഹിസ്ബുള്ളയെ വളർത്തിക്കൊണ്ടുവന്നത് ഇറാനാണ്. ഇറാൻ കൊണ്ട് പണവും ആയുധവും ഒക്കെ കൊടുക്കുന്നത് സിറിയയിലാണ്. സിറിയയിൽ നിന്നാണ് പിന്നീട് അത് കരമാർഗം ഹിസ്ബുള്ളയ്ക്ക് കൊണ്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ആ ആയുധവും പണമൊക്കെ നിന്നുപോയി. കാരണം എന്താ? ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതോടുകൂടി അവരുടെ എല്ലാ സാധനങ്ങളും നശിച്ചു. ആയുധമില്ല, പണമില്ല, അവരുടെ ഒരു സാമ്പത്തിക നില അമ്പേ തകർന്നു. അപ്പോൾ ആ രീതിയിലൊരു സഹായമില്ല. അടുത്തുള്ളത് ഹൂത്തികളാണ്. ഹൂത്തികൾക്ക് സഹായം കൊടുക്കുന്നതും ഇതേ ഇറാനാണ്. ഈ ഹൂത്തികളാണ് സിറിയയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ ഇസ്രായേലിനെ ആക്രമിക്കും. അതുപോലെ തന്നെ സൗദി അറേബ്യ ആക്രമിക്കും. സൗദി അറേബ്യ, UAE, ബഹ്റൈൻ എന്നൊക്കെ പറയുന്ന എണ്ണ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. അവിടുത്തെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഇടയ്ക്കിടയ്ക്ക് ആക്രമണം നടത്തും ഹൂത്തികൾ. ആരാ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇറാൻ. അപ്പോൾ ഇറാൻ്റെ കളിയായിരുന്നു അവിടെ നടന്നത്. കൂടാതെ അമേരിക്കയിലേക്ക് പോകുന്ന കപ്പലുകൾ, സൗദി അറേബ്യയിലെ കപ്പലുകൾ, അതുപോലെ സൗദി അറേബ്യയായിട്ടൊക്കെ വ്യാപാര ബന്ധത്തിലുള്ള കപ്പലുകൾ, ഇവയ്ക്കൊക്കെ നേരെ അറ്റാക്ക് നടത്തും ഹൂത്തികൾ. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ അറ്റാക്ക് നടത്തും. പിന്നെ നമ്മൾ അവിടെ പോയി ചേർത്ത് തോൽപ്പിച്ചാണ്. അപ്പോൾ ഹൂത്തികൾ ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തും. ഇവിടെ എല്ലാം ഫണ്ട് ചെയ്ത് ഇറാനാണ്. ഇപ്പോൾ ഇറാൻ്റെ പൈസ ഇല്ല, ആയുധവും ഇല്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ സമയം കൃത്യമായിട്ട് തയ്യിബ് എർദോഗൻ മുതലെടുത്തു. അയാൾ നേരെ ഈ പറയുന്ന വിമതസേന അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് മൊത്തം അടിച്ചങ്ങ് തീർപ്പാക്കാൻ പറഞ്ഞു. അപ്പോൾ എന്താ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ തുർക്കിയുടെ ഒരു
ബേസ് ക്യാമ്പുണ്ട്, പട്ടാള ക്യാമ്പ്. ആ പട്ടാള ക്യാമ്പൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് 2 ആഴ്ച മുമ്പ് റഷ്യയെ കൊണ്ടും ഹിസ്ബുള്ളയെ കൊണ്ടും ഇവരൊരു ആക്രമണം നടത്തി. ഇദ്ലിബ് എന്നാണ് അവരുടെ സ്ഥലം. ഇവിടെയാണ് ഈ വിമതസേന നിലകൊണ്ടിരുന്നത്. അപ്പോൾ വിമതസേനയ്ക്ക് നേരെ ഒരു കാര്യവുമില്ലാതെ റഷ്യയെ കൊണ്ടും ഈ ഹിസ്ബുള്ളയെ കൊണ്ടും ആക്രമണം നടത്തിയപ്പോൾ അവരൊരു അവസരം പാത്തിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് കഴിഞ്ഞ 6 മാസമായിട്ട് ഈ വിമതസേനയ്ക്ക് ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു തുർക്കി. കാരണം ഇതുപോലൊരു അവസരം വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു. കാരണം എന്നെങ്കിലും ഇസ്രായേൽ ഹിസ്ബുള്ളയും ഹമാസിനെയൊക്കെ തീർത്ത് അവിടെ നിരപ്പാക്കും. അപ്പം തുർക്കിയെ സഹായിക്കാൻ, സിറിയയെ സഹായിക്കാൻ ആരുണ്ടാവില്ല? ഹിസ്ബുള്ള ഉണ്ടാവില്ല. അതുപോലെ തന്നെ റഷ്യ ഉക്രൈനുമായിട്ട് യുദ്ധത്തിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ കരസേന പോവും. അപ്പോഴും റഷ്യയുടെ സഹായം ഉണ്ടാവില്ല. അന്ന് നമുക്ക് തിരിച്ചടയ്ക്കാം എന്ന് പറഞ്ഞിട്ട് അത്രയും നാളായിട്ട് പണവും ആയുധവും പരിശീലനമൊക്കെ കൊടുത്ത് ഈ തുർക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വിമതസേന. ഈ സമയം വന്നപ്പോഴത്തേക്ക് വിമതസേന കയറി അങ്ങ് അറ്റാക്ക് ചെയ്തു. അറ്റാക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റി? ഈ നിലവിലുള്ള സിറിയയുടെ 60% ഇപ്പോൾ ഭരിക്കുന്നത് ബാഷർ അൽ അസദ് എന്ന് പറയുന്ന ഷിയ വംശജനായ ഒരു ക്രൂരനായ ഏകാധിപതിയാണ്. ഇയാളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് സുന്നി തീവ്രവാദികളെ കണ്ടുകൂടാം. ഈ ഹിസ്ബുള്ള ഉപയോഗിച്ച് 1.5 ലക്ഷം സുന്നികളെയാണ് സിറിയയിൽ തന്നെ ഇയാൾ കൊന്നത്. ഇയാൾക്ക് സ്വന്തം രാജ്യത്തെ ജനങ്ങളോട് പോലും താല്പര്യമില്ല. അപ്പോൾ അത്രയും ക്രൂരനാണ്, വളരെ ക്രൂരനാണ്. മാത്രമല്ല ആത്യന്തികമായി പറഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താ? സുന്നികളും ഷിയകളും തമ്മിൽ, ഇതെല്ലാം എല്ലായിടത്തും നടക്കുന്നത്, പാകിസ്ഥാനിലും നടക്കുന്നത്, മുസ്ലിങ്ങൾ തമ്മിലടിക്കുന്നു. ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളിലും നടക്കുന്ന ഷിയ സുന്നി ഏറ്റുമുട്ടല. ഇവിടെ ഒരാൾ കൈയും കെട്ടി നിന്ന് ചിരിച്ചോണ്ടിരിക്കുന്ന ആരാ? ഇസ്രായേൽ. കാരണം ഇസ്രായേലിനകത്ത് ഇടപെട്ടില്ലല്ലോ. ജൂതരാജ്യമായ ഇസ്രായേലിനെ ആക്രമിക്കാം, സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യം തുർക്കി വരുന്നത്. പിന്നെ ഹമാസ് അതെ പിന്നെ ഇറാനിലേക്ക് പോകുന്നു, ഇറാനെ സഹായിക്കുന്നു, തുർക്കി ഇറാനോടൊപ്പം എന്നുള്ള വാർത്തകൾ വരുന്നു. ഇറാന് പിന്നെ ആയുധങ്ങളും സാമ്പത്തികവും ഒക്കെ നൽകാന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു. അതെ. പിന്നീട് ഇപ്പോ ഇറാന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സിറിയയിലുള്ള വിമതരെ തുർക്കിയുടെ തന്നെ സേന, അതായത് തീവ്രവാദ സേന HTS ആക്രമിക്കുന്നു. ഇസ്രായേൽ എങ്ങനെ ചിരിക്കാതിരിക്കും? അതെ. അപ്പോൾ ഒരു പ്രൊഫഷണൽ ആയ രാജ്യത്തിന് നേരെ ആക്രമണം നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇസ്ലാം രാജ്യങ്ങൾ, അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ടെക്നിക്കലി ഭയങ്കര ഹൈപ്പുള്ള രാജ്യമാണ്. നല്ല സൈനികരുള്ളതാണ്, അല്ലെ? സ്ത്രീകളും പുരുഷന്മാരും എല്ലാം സൈനിക സേവനം നിർബന്ധിതമായി നടന്ന രാജ്യമാണ്. അല്ല, അവര് നിർബന്ധിതമാക്കിയതിനപ്പുറം അവര് രാജ്യസേവനം ഭയങ്കര ആത്മാർത്ഥമായി തിരഞ്ഞെടുത്ത് ചെയ്യുന്നവരാണ് ഇസ്രായേലികൾ എന്നാണ് പറയുന്നത്. കാര്യമന്ത്രിയായ അബ്ബാസ് അരഗാച്ചി ഉണ്ട്. അദ്ദേഹം പറയുന്നു ഞങ്ങൾ അങ്ങോട്ട് വരാം, ഞാൻ അങ്ങോട്ട് വന്നിട്ട് ചർച്ച നടത്താം. എന്ത് ചർച്ച നടത്താനാ? ഇറാനിൽ നിന്ന് ഒരു സാധനം പോലും ഇനി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. എന്താണെന്നറിയാം? നേരത്തെ ലെബനനും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും തമ്മിൽ ഉള്ള ഒരു കരാർ ഉണ്ടായിരുന്നു. അതായത് ഇസ്രായേൽ ആ കരാറിലേക്ക് വന്നത് ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള എന്നേക്കുമായി അവിടുന്ന് മാറ്റാം, ഇനി അവർക്ക് സഹായം ചെയ്തില്ലെന്ന്. അങ്ങനെ എപ്പോഴെങ്കിലും സഹായം ചെയ്താൽ ലെബനനിൽ കയറി ഇസ്രായേൽ അടിക്കും. ഇപ്പോൾ ഇസ്രായേൽ പറയുകയാണ് ഇറാനിൽ നിന്ന് വിമാനത്തിൽ ആയുധമോ മറ്റെന്തെങ്കിലും സഹായവുമായിട്ട് ലെബനനിലേക്കോ സിറിയയിലേക്കോ വന്നാൽ ഞങ്ങൾ നിങ്ങളുടെ വിമാനം വരെ കത്തിക്കുമെന്ന്. ഇസ്രായേൽ വളരെ തുറന്നു പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ പറയാണ് ഷിയയും സുന്നിയും കിടന്ന് അടിക്കില്ലേ, അതിൻ്റെ ഇടയ്ക്ക് വലിയ തോക്കും ആയുധമായിട്ട് ഇന്നും ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ സഹായിക്കത്തില്ല. അപ്പോൾ അവിടെ ശരിക്കും എന്താ പറയുക, ക്രൈസ്തവരോ ഹിന്ദുക്കളോ ഒന്നുമില്ല, എന്നിട്ട് പോലും ഈ മുസ്ലിങ്ങൾ തമ്മിൽ അടിക്കുന്നു. അപ്പം ഇവർ എന്തെങ്കിലും സഹായം ചെയ്തിട്ടോ അല്ലെ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടോ ഒന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഷിയ അതുപോലെ തന്നെ സുന്നി തീവ്രവാദികൾ ലോകത്തെമ്പാടും നടത്തുന്ന ആക്രമണത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം നിലവിൽ സിറിയയിലെ ഭൂരിഭാഗം സുന്നികളാണെങ്കിലും ഭരണാധികാരിയായ ബാഷർ അൽ അസദിനെ പിന്തുണയ്ക്കുന്ന വിഭാഗം അവർ ഷിയാക്കാരാണ്. അവർ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ എന്താണ് മാർഗം? ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ ചിന്തിക്കണമെന്ന് പറയുന്നു. പക്ഷേ ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം വിമത സൈന്യം എങ്ങോട്ടൊക്കെ നീങ്ങുമെന്നുള്ളത് ചിന്തിക്കാൻ അല്ലെ പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ പോവുകയാണ്. എങ്ങാനും ഇവർ ഡമാസ്കസിലേക്ക് എത്തുകയും സിറിയൻ തലസ്ഥാനം കീഴ്പ്പെടുത്തുകയും ചെയ്താൽ ഈ ബാഷർ അൽ അസാദിന് അവിടുത്തെ ഭരണം നഷ്ടമാകും. പിന്നീട് ഈ പറയുന്ന എർദോഗൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാലം 6 മാസത്തോളം അദ്ദേഹം വെയിറ്റ് ചെയ്തു എർദോഗൻ. ഇവിടെ എന്ത് സംഭവിക്കും, ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇങ്ങനൊരു കാൽക്കുലേഷനിൽ അവിടുത്തെ സൈന്യത്തിനെല്ലാം തന്നെ സഹായം ചെയ്തു കൊടുക്കുന്നു, പണം നൽകുന്നു, ആയുധം നൽകുന്നു, അവിടുത്തെ ആർമിയെ പരിശീലിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു വലിയ ആക്രമണം നടത്തുകയാണെങ്കിൽ നടത്തിക്കോട്ടെ എന്ന് അറബ് രാജ്യങ്ങളും വിചാരിക്കുന്നു. കാരണം സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഈ ഹൂത്തികളെ കൊണ്ടുള്ള ശല്യം കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അപ്പം ഇസ്ലാമിക തീവ്രവാദം എവിടെ ഉണ്ടായാലും അതൊരു സമാധാനത്തെ കെടുത്തുന്നതാണ്. ഇപ്പോൾ സൗദി ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, UAE ആയിക്കോട്ടെ, ഇവരൊക്കെ ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ പുതുതായി വികസിക്കണം, അല്ലെ നാളെക്കുറിച്ച് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്, അതിനെയൊക്കെ നശിപ്പിക്കുന്ന നിലപാടാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ നിലപാട്. അപ്പോൾ അതിനെ അവർ പിന്തുണയ്ക്കുന്നില്ല, അതിനെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും മുസ്ലിം രാജ്യങ്ങൾ തമ്മിലടിക്കും, ജൂതന്മാർ മാറിയിരുന്ന് ചിരിക്കും. അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റും? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു നമ്മൾ ലോകം തുർക്കി ഇപ്പോൾ ഇറാനെ കൈവിട്ടു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം നമുക്കറിയാലോ, നേരത്തെ നമ്മൾ ഇറാനിൽ പറഞ്ഞു, ഇറാനിൽ വലിയ തോതിൽ
മതം മാറ്റം നടക്കുന്നു. ക്രൈസ്തവർ അല്ലെ എത്ര പേര് 10 ലക്ഷത്തിലധികം മുസ്ലിങ്ങൾ മറ്റു രാജ്യങ്ങളിൽ പോയി മതം മാറുന്നു എന്നാണ് പറയുന്നത്. ഇനി ഒരു കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ പൂർണ്ണമായി ഒരു പിന്നെ ക്രൈസ്തവ രാജ്യമായി ഇറാൻ മാറാനുള്ള സാധ്യതകളാണ് പല മാധ്യമങ്ങളും പുറത്തുവിടുന്നത്. അതായത് ഷിയ തീവ്രവാദികൾ, ഷിയ മതവിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് ഇനി അതിൽ നിന്ന് മാറണം. അപ്പോൾ അവർ നേരെ ക്രൈസ്തവ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇറാനാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം. ഇനി അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിലും വലിയൊരു ജനവിഭാഗം ക്രൈസ്തവ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഷിയ അതുപോലെ തന്നെ സുന്നി തീവ്രവാദ നിലപാടുള്ളവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആ മതത്തിൽ വിശ്വസിക്കാൻ മുസ്ലിങ്ങളായ കുറേ പേര് പോലും താല്പര്യപ്പെടുന്നില്ല. അവർ പതുക്കെ ക്രൈസ്തവ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇപ്പോൾ സിറിയയിൽ സംഭവിക്കുന്നത് എന്തായിരിക്കും? ഈ സിറിയയിൽ പണ്ട് മുല്ലപ്പൂ വിപ്ലവമൊക്കെ ഉണ്ടായപ്പോൾ കുറേ പേര് രാജ്യം വിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയി. അവരാണ് പിന്നീട് ജർമ്മനിയിലും ഫ്രാൻസും ഒക്കെ സ്ഫോടനം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇനി സിറിയയിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് ആരെങ്കിലും ചെന്നാൽ അവരെ യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീകരിക്കില്ല, അമേരിക്ക സ്വീകരിക്കില്ല. അപ്പോൾ ഇവിടെ കിടന്ന് വെന്ത് എന്താ പറയുക, നീറി ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ സിറിയക്കെതിരെ ഈ വിമതന്മാർ ജയിച്ചു വന്നാൽ അത് അക്ഷരാർത്ഥത്തിൽ ഈ തുർക്കിയുടെ അല്ലെങ്കിൽ തയ്യിബ് എർദോഗൻ്റെ വിജയമായിരിക്കും. മാത്രവുമല്ല ബാഷർ അൽ അസദ് എന്ന് പറയുന്നത് ഒരു ഭീകര നിലപാടുള്ള വ്യക്തിയാണ്. ഭയങ്കര ക്രൂരനാണ്. 1.5 ലക്ഷത്തോളം വരുന്ന സുന്നികളാണെന്ന് പറഞ്ഞിട്ട് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ കൊന്ന ആളാണ്. കൊല്ലാൻ ഉപയോഗിച്ച ആരെയാ? ഹിസ്ബുള്ളയെ പോലൊരു തീവ്രവാദ സംഘടന. അപ്പോൾ ഇത്തരത്തിലുള്ള സംഘടനകളൊന്നും മുന്നോട്ട് പോകണ്ടെന്ന് അവർ തീരുമാനിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഈ അലാപ്പ എന്ന് പറയുന്ന നഗരം കീഴടക്കിയിട്ടുണ്ട്. അതിനുശേഷം ഹമായിലേക്ക് വന്നു. അപ്പോഴാണ് റഷ്യ എതിർപ്പുമായിട്ട് വന്നേക്കുന്നത്, ബോംബൊക്കെ ഇട്ടത്. ഇനി ഇവർ ഡമാസ്കസിലേക്ക് നീങ്ങുമെന്നാണ് അറിയുന്നത്. ഡമാസ്കസിലേക്കുള്ള ഇവരുടെ മുന്നേറ്റം കൃത്യമായി പോവുകയാണെങ്കിൽ ഒരുപക്ഷെ സിറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണം തന്നെ ഈ ബാഷർ അൽ അസാദിൽ നിന്ന് കൈമോശപ്പെടും. മാത്രമല്ല അവിടുത്തെ ഈ സുന്നി ഷിയ തീവ്രവാദത്തിൻ്റെ ഏറ്റുമുട്ടൽ അത് മറ്റ് രാജ്യങ്ങളിലേക്ക് പടരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്.